കുറെ പടത്തിൽ പാടിയില്ലേ, പിന്നണി പാടി അല്ലേ? ആർക്കൊക്കെയാ പാടിയിരുന്ന? ഒന്ന് ശ്രീവിദ്യക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, പിന്നെ ബാക്കിയല്ല എനിക്ക് പാടി. കച്ചേരി ഉണ്ടായിരുന്നു അല്ലേ അന്ന്? കച്ചേരി ഉണ്ടായിരുന്നു. മാത്രല്ല എനിക്കൊന്ന് വേറെ വലിയ ലക്കിയാ ഈ മുഖത്ത് ആദ്യം മേക്കപ്പ് ഇട്ടത് തോപ്പിൽ ഫാസിയാ. അതിൽ കൂടെ ഒരു ഭാഗ്യം. 2 വർഷം ഏത് നാടകത്തെ അഭിനയിച്ചു? അഭിനയിപ്പിച്ചു. യുദ്ധകാണ്ഡം, കൂട്ടുകുടുംബം. പിന്നെ 2 പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചു. ലൈറ്റ് മ്യൂസിക്കിന്, ലോങ് ജമ്പിന് ഫസ്റ്റ് വാങ്ങിച്ചു 2 പ്രാവശ്യം. ഈ നസീർ ഷീല കൂട്ടുകെട്ടിലുള്ള സിനിമയിലാണ് കുറെ അഭിനയിച്ചത് അല്ലേ? അതിലെപ്പോഴും അടർബാസി ഉണ്ടാവും, അതിന്റെ ആഡ് ഓൺ എന്ന് പറയുന്ന പോലെ ശ്രീലത നമ്പൂതിരി ഉണ്ടാവും അല്ലേ? അങ്ങനെ ഞങ്ങളൊക്കെ തഴയരുത് എന്നെ. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ KP ഉമ്മർക്കായുടെ പെരിച്ചാഴിയിൽ അഭിനയിച്ചോ? ഇവിടുന്ന് പോയി ആദ്യമായിട്ട് സത്യം ഒരു പടം ചെയ്ത കാർത്തികളൊക്കെ ചെയ്തിട്ടിരിക്കുമ്പം KP ഉമ്മർ സാറ് ചോദിക്കാണ്ട് ഇവര് കോളേജിൽ നാടകമൊക്കെ അഭിനയിക്കുന്നത് കേട്ടു. എൻ്റെ ഒരു നാടകമുണ്ട്, ബാംഗ്ലൂരിൽ പ്രോഗ്രാം ഉണ്ട്, പെരിച്ചാഴികൾ. അങ്ങനെ ഒരു 3 സ്റ്റേജ് പെരിച്ചാഴികൾ നാടകത്തിന് അഭിനയിച്ചു. പിന്നെ എനിക്കിഷ്ടമാണ് നാടകം. പിന്നെ ആ നാടകം വലിയ ചേച്ചി തിരുവനന്തപുരത്തെ തണ്ടർ ബേർഡ്സ് അതില് പാട്ടുകാരിയല്ലേ? അത് കോളേജിൽ ഒരു സ്വാമിയുണ്ട്, താടിയൊക്കെ. സ്വാമിയുടെ ഗിറ്റാറ്, ശ്രീകണ്ഠൻ, അയ്യോ പാവം മരിച്ചു, ശ്രീകണ്ഠന്റെ തബല, പിന്നെ അവരൊരു ഓർക്കസ്ട്ര, അതിന്റെ പേരാണ് തണ്ടർ ബേർഡ്സ്. അതിൽ പാടിയവരാ ഞാന്, വേണുനാഗവള്ളി, ബാലേന്ദ്രമേനോൻ. എന്തായിരുന്നു ചേച്ചി? പിൽക്കാലത്ത് വലിയ പ്രശസ്തരായി. ആ മാത്രം പാട്ടിൽ ഇനി പുറകോട്ടേക്ക് നാടകത്തിൽ ഇപ്പോഴും വലിയ അഭിനയിക്കുക. കാരണം കാണാൻ പഠിക്കുക വേണ്ട. അതിന്റെ എന്താ കഥയുടെ പേര് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി. നോൺ സ്റ്റോപ്പ് നിർത്താൻ തുടങ്ങിയാൽ അല്ലേ പിന്നെ നിർത്താൻ പറ്റത്തില്ലല്ലേ? അതൊരു കഴിവാണ്. അതിന്റെ അല്ല ഒരു സിറ്റുവേഷൻ പറയുമ്പോഴേ ഈ കറക്റ്റ് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചേട്ടാ എന്താ പറഞ്ഞ ഞാൻ തെറ്റിപ്പോയി, ഒന്നുകൂടെ ആ പരിപാടി നമുക്കില്ല. കാരണം നമുക്കൊരു സിറ്റുവേഷൻ അറിയാം. അപ്പൊ അതിനകത്ത് ഒരു അതിൽ നിന്ന് ടോട്ടലി മാറിപ്പോകാതെ വൃത്തികളൊന്നും പറയാതെ അന്തസ്സായിട്ട് ആ അർത്ഥം വരുന്ന രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരൊക്കെ പറയാൻ പറ്റും. ചില സ്ക്രിപ്റ്റ് സമ്മതിക്കില്ല. അല്ല, ചിലര് ഈ പറഞ്ഞിട്ടാ ഈ ചേട്ടാന്ന് വിളിക്കുന്നവരെ വേണം ആദ്യം അടിക്കാൻ. ഈ ചേട്ടാന്ന് വിളിച്ച് കുറെ പേര് അയ്യോ പാവ കൊച്ച് എന്നുള്ള മട്ടില് ഇങ്ങനെയാ മോളെ കേട്ടോ. അതായത് അച്ഛൻ അന്ന് പോയപ്പോൾ, അമ്പലത്തിൽ പോയപ്പോൾ ആ ചേട്ടനെ കണ്ടില്ലേ? ഇവിടെ അച്ഛാ അന്ന് നമ്മള് പോയപ്പോ ചേട്ടനെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ പോയി തെറ്റി അവിടെ. അങ്ങനെ വേണ്ട വേണ്ട, നമ്മളെ കൂടെ തിരുത്തും. ചേച്ചി ആ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നല്ലോ. അയ്യോ ഞാൻ പറഞ്ഞു മോനെ അച്ഛാ നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴേ ആ പോയ വഴിക്ക് കണ്ടത് ആ ചേട്ടനല്ലേ, ഈ ചേട്ടൻ അപ്പുറത്തും ഇപ്പുറത്തും വരാം, കുഴപ്പമൊന്നുമില്ല. ശ്രീലത നമ്പൂതിരി ഷീലാമ്മ ഇടയ്ക്ക് വന്നപ്പോ നോക്കി വെച്ചേക്കാന്ന് പറഞ്ഞു. എന്തിനാ? കാരണം ഇടയ്ക്കിടയ്ക്ക് ഷീലാമ്മയെ അനുകരിച്ച് നാശമാക്കുന്നു. ഈ ചേച്ചി പണ്ടൊക്കെ ചേച്ചി തന്നെ പറയിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ ചേച്ചി ആരാണ്ട് സ്ക്രൂ ചെയ്യുന്നുണ്ട്. ഷീലാമ്മയെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി ഇതൊക്കെ പറയും. ഷീലാമ്മ ഒരു കാര്യം പറഞ്ഞു വെച്ചാല് അത് പറഞ്ഞു എന്നെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ശ്രീലതയാന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേൾക്കാതെ കാര്യം ഞാനത് 1-2 തവണ കേട്ടത് ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിപ്പോയി. ഞാൻ വേണമെങ്കിൽ ഒരു സിനിമയില് അങ്ങനെ അതെ കണ്ണപ്പനുണ്ണി അതൊരു സിനിമയിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത് ഒരു വിധിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അപ്പം പുള്ളിക്കാരി പറയണം, എന്റെ കാവിലമ്മേ ഈ വിധി പറയാൻ എനിക്ക് ശക്തി നൽകണമേ. വിധി പറയാൻ പോവാ. നിന്റെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? അത് പറയും. ആരവിടെ ഈ പെരുങ്കൊല്ലനെ ഇന്നേക്ക് 10ാം നാൾ നക്ഷത്രക്കിണറ്റിൽ കൊണ്ടുപോയി തലയെറിഞ്ഞു കളയാൻ ഈ മാക്കം വിധി കൽപ്പിക്കുന്നു. അല്ലെ ചേച്ചിയും ഒരു അതല്ല നമ്മൾ ഇത്ര വരുന്നൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ പണ്ട് ചേച്ചി ഇങ്ങനെ കാണിക്കാൻ പറയുന്നത് ഇതൊക്കെ കറക്റ്റാ. ഈ ഒരു ശ്വാസം പിടിയിൽ കൂടെ ഇടയ്ക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാ. കളരി ദൈവങ്ങളാണ് സത്യം. അതുകൊണ്ട് ഇങ്ങനെ ആ ചേച്ചിക്ക് ഒരു ഇതുണ്ട്, ഒരു ശ്വാസം പിടിയിലുണ്ട്. ചേച്ചി അതൊരു എക്സ്ട്രാ ഒരു സംഭവം. അതെ.